റിപ്പോർട്ടർ ഇന്നലെ ബ്രേക്ക് ചെയ്ത വാർത്തയാണ്. ആലപ്പുഴയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി അമ്മയും കുഞ്ഞും ആശുപത്രിക്കെതിരെ വീണ്ടും ഒരു പരാതി വരുന്നു. ഡോക്ടർ പുഷ്പയ്ക്കെതിരെയാണ് പരാതി. പ്രസവത്തിൽ കുഞ്ഞിന്റെ കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടതായി റെയിൽവേ സ്റ്റേഷൻ വാർഡ് സ്വദേശികളായ വിഷ്ണുവും അശ്വതിയും ഇന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. വാക്വം ഡെലിവറിയിലൂടെയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത്. അപ്പോൾ മുതൽ കുഞ്ഞിന്റെ കൈയിന് ചലനശേഷിയില്ല. പ്രസവത്തിനിടയിൽ സംഭവിച്ചതാണെന്നും 6 മാസത്തിനുള്ളിൽ ഭേദമാകുമെന്നും ഡോക്ടർ പുഷ്പ ഉറപ്പ് നൽകിയിരുന്നതായും ഇവർ പറയുന്നു. 1 വർഷമായിട്ടും കൈക്ക് ചലനശേഷി തിരിച്ചു കിട്ടാത്തതിനാൽ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കേൾക്കാം. വാക്വം ഡെലിവറി വഴി കുട്ടിയുടെ ഡെലിവറി നടത്തിയപ്പോഴത്തേക്കും അവൻ്റെ ഞരമ്പ് വലിഞ്ഞുപോയി. അപ്പം വലിഞ്ഞു പോയത് വഴി അവന് കൈക്ക് മൂവ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. വലത്തെ കൈക്ക് സ്വാധീനമില്ലായിരുന്നു. പുഷ്പ ഡോക്ടറായിരുന്നു ഡെലിവറി എടുത്തത്. അപ്പം അതുവഴി വന്ന ഇതാണ് കുട്ടിയുടെ കൈക്ക്. ആദ്യം ഹോസ്പിറ്റലുകാർ പറഞ്ഞില്ല കുട്ടിയുടെ കൈക്ക് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. അവർ ജനറൽ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനുമായിട്ട് ബന്ധപ്പെടാനാണ് പറഞ്ഞത്. അപ്പം എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആയി 3-ാം മാസം. അപ്പം ആ സെയിം ഇഞ്ചുറി തന്നെയാണ് കുഞ്ഞിന്റെ കൈക്ക് വന്നത്. പുള്ളിക്ക് ആക്സിഡന്റ് വഴി വന്നു, ഇവന് ബർത്ത് വഴി സംഭവിച്ചു. ഡെലിവറി ശേഷം കൊച്ചിന്റെ കൈ അനങ്ങുന്നില്ലായിരുന്നു. കൊച്ചിനെ എന്നെ വന്ന് കാണിച്ചപ്പോൾ കൊച്ചിന്റെ കൈ ഇങ്ങനെ തന്നെ കിടക്കുക. പുഷ്പ ഡോക്ടറായിരുന്നു പ്രസവം എടുത്തത്. അന്നേരം ഞാൻ അങ്ങോട്ട് ചോദിച്ചു, വെറുതെ അനുഭവത്തിന്റെ അടുത്ത് വെച്ച് കൊച്ചിന്റെ കൈ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ അത് വാക്യൂം എടുത്തപ്പോൾ സംഭവിച്ചാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ഇഞ്ചുറി ബ്രേച്ചൽ പ്ലക്സസ് ഇഞ്ചുറി അല്ലേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അല്ല, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, അത് 3 മാസം 6 മാസത്തിനുള്ളിൽ കൈ റെഡിയാവും. സർജറി പരമായിട്ടുള്ളതായതുകൊണ്ട് ഞാൻ എന്നെ കാണിച്ച് ഹോസ്പിറ്റലിൽ തന്നെ ഗംഗ ഹോസ്പിറ്റലിലോട്ട് പോയി. ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ പ്രോട്ടക്സ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ കൈ റെഡിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർജറിയിലോട്ട് പോകേണ്ടി വരും. സർജറി ചെയ്താലും എത്രത്തോളം റിക്കവർ ആകും എന്ന് ഉറപ്പ് അവർക്ക് പറയാൻ പറ്റത്തില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പം ശരത്ത് ചേരുന്നുണ്ട്. ശരത്ത്, ഈ കടപ്പുറത്തെ അമ്മയും കുഞ്ഞും ആശുപത്രിക്കെതിരെ പരാതികൾ വരുന്നുണ്ടല്ലോ. ഈ അച്ഛനും അമ്മയും പറയുന്നത് എന്താണ്? ഈ പുഷ്പയുടെ മേൽനോട്ടത്തിലാണ് പ്രസവം നടന്നത്, പക്ഷേ വാക്വം ഡെലിവറി ആയിരുന്നു. ആ സമയത്ത് കുഞ്ഞിൻ്റെ ഞരമ്പ് വലിഞ്ഞു മുറുകിയത് കാരണം കൈക്ക് ചലനശേഷി നഷ്ടപ്പെട്ടു. താൽക്കാലികമായിട്ടാണ് പ്രശ്നമെന്നും പരിഹരിക്കുമെന്നുമാണ് ഡോക്ടർ ഉറപ്പ് കൊടുത്തതല്ലേ? എന്താണ് ഈ രക്ഷിതാക്കൾ പറയുന്നത് പരാതിയായി, ശരത്? അരുൺകുമാർ, റെയിൽവേ സ്റ്റേഷൻ വാർഡിലെ അശ്വതി അതേപോലെ തന്നെ വിഷ്ണു ദമ്പതികളാണ് ഇപ്പോൾ ഈ ആശുപത്രിക്കെതിരെ വീണ്ടും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 1 വർഷം മുമ്പാണ് ഈ അശ്വതിയുടെ പ്രസവം നടന്നത്. ഈ പറഞ്ഞതുപോലെ കടപ്പുറത്തെ WNC ആശുപത്രിയിലായിരുന്നു പ്രസവം നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രസവം നടന്ന ശേഷം കുഞ്ഞിന്റെ വലത് കൈയുടെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട നിലയിലായിരുന്നു. വലത് കൈ കുഞ്ഞ് അനക്കുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ട് അച്ഛൻ വിഷ്ണു തന്നെയാണ് ഡോക്ടറോട് ഇക്കാര്യം ആദ്യം അന്വേഷിക്കുന്നത്. ആ സമയത്താണ് ഡോക്ടർ പറയുന്നത് ഇത് വാക്വം ഡെലിവറിയുടെ ഭാഗമായി സംഭവിച്ചതാണ്, 3 മാസത്തിനകം ഇത് ഭേദപ്പെടുമെന്നും ഡോക്ടർ ഉറപ്പു നൽകി. ഈ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ആരോപണ വിധേയായ പുഷ്പ ഡോക്ടറായിരുന്നു ഈ പ്രസവം നടത്തിയത് എന്നുള്ളതാണ്. അത്തരത്തിൽ 3 മാസം കഴിഞ്ഞ് ഇത് ഭേദമാകുമെന്നും ഇവർ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ഈ കുട്ടിയുടെ വലത് കൈയുടെ ചലനശേഷി പൂർണ്ണമായും വീണ്ടെടുക്കാനോ അല്ലെങ്കിൽ നിലവിൽ പഴയ സാഹചര്യം മാറുന്ന രീതിയിലേക്കൊന്നും തന്നെ എത്തിയില്ല എന്നുള്ളതാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കോയമ്പത്തൂരാണ് ഇവർ ചികിത്സ നടത്തുന്നത്. ഈ അച്ഛൻ എന്ന് പറയുന്നത് ബസ് ഡ്രൈവറാണ്. അദ്ദേഹത്തിന് ഇതിനിടയിൽ ഒരു അപകടം പറ്റി തന്നെ ഈ ജോലിക്കൊക്കെ തന്നെ പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ആ രീതിയിൽ വലിയ സാമ്പത്തിക ബാധ്യത ഈ കുടുംബത്തിനുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഒപ്പം ഇവർ ഈ നോർമൽ ഡെലിവറി ആയിരുന്നു ഈ പ്രസവം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് സിസേറിയൻ ഉൾപ്പെടെ നടത്തിയാൽ ഒരുപക്ഷെ ഈ പ്രശ്നം ഉണ്ടാവില്ല. അതിന് തയ്യാറാവാതെ നോർമൽ ഡെലിവറിയിലേക്ക് കൊണ്ടുപോയതാണ് എന്തായാലും ഈ ഒരു ചലനശേഷി നഷ്ടപ്പെടുന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് ഈ കുടുംബം ആരോപിക്കുന്നത്.